നമസ്കാരം, സിരിയൻസിലേക്ക് സ്വാഗതം. കണ്ണൂർ സിറ്റി ഹാജി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം മനുഷ്യാവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. 1948 ഡിസംബർ 10 ആഗോള മനുഷ്യാവകാശ ദിനമായി പ്രഖ്യാപനം നടത്തിയതോടനുബന്ധിച്ച് ലൈബ്രറി പൊതുജനങ്ങളെ ബോധവൽക്കരിച്ച് നടത്തിയ മനുഷ്യാവകാശ സമ്മേളനം ആകർഷണീയമായി. കോർപ്പറേഷൻ കൗൺസിലർ സാബിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ടി.എം. നസീർ അധ്യക്ഷത വഹിച്ചു. ദീനുൽ ഇസ്ലാം സഭ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എസ്.കെ. ബഷീർ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ മാഗ്ന കാർട്ട വിശദീകരിച്ചുകൊണ്ടാണ് പ്രഭാഷണം നടത്തിയത്. ഫോട്ടോ എടുക്കുമ്പോൾ നോ പറയാനുള്ള അവകാശം, ഹർത്താൽ ദിനത്തിൽ പോലീസ് സംരക്ഷണത്തോടെ KSRTC ബസ് ഓടിക്കാനുള്ള സ്വാതന്ത്ര്യം, അരാജകത്വം ഉണ്ടാകുമ്പോൾ പൗരന്മാർക്ക് സുരക്ഷിതമായി അഭയം നൽകാനുള്ള സ്വാതന്ത്ര്യം, എവിടെയും സ്ഥലം വാങ്ങുവാനും വീട് വെക്കുവാനുമുള്ള സ്വാതന്ത്ര്യം, ജനാധിപത്യവും മതേതരത്വവും തകരുമ്പോൾ അത് നിലനിർത്താൻ ഫോർത്ത് എസ്റ്റേറ്റായ പത്രങ്ങൾക്ക് സ്വതന്ത്രമായി ഇടപെടാനുള്ള സ്വാതന്ത്ര്യം, ഇവയൊക്കെ മനുഷ്യാവകാശമായി എണ്ണിക്കൊണ്ട് സവിസ്തരം നടത്തിയ മുഖ്യ പ്രഭാഷണം ജനക്കൂട്ടത്തെ ഏറെ ആകർഷിച്ചു. അതായത് ഒരാളും ഈ അക്യൂസ്ഡ് ആയിരിക്കുന്ന, ദാറ്റ് മീൻസ് ഒരാളെ കുറ്റാരോപിതനായി മാറുകയാണെങ്കിൽ ആ കുറ്റാരോപിതനായിരിക്കുന്ന ഒരാളും എന്തല്ല, നിയമത്തിന് മുമ്പിൽ കുറ്റക്കാരനല്ല. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? നിയമത്തിന് മുമ്പിൽ കുറ്റക്കാരനല്ല. ഏതുവരെ? അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ. അതിനെ വിളിക്കുന്ന പേരാണ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. എല്ലാ ആൾക്കാരും നിരപരാധിയാണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെ? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഹിയറിംഗിന്റെ ഭാഗമായിട്ട് വിധിക്കപ്പെടുകയാണെന്ത്, ഇയാളെ കുറ്റം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം അയാളെ ക്രിമിനൽ എന്ന് വിളിക്കാം. ഇനി റൈറ്റ് ടു പ്രൈവസി. അടുത്തെന്താണ് ആർട്ടിക്കിൾ പറഞ്ഞത്? ഇത് നമ്മൾ പ്രധാനമായിട്ട് ഇന്നത്തെ കാലത്ത്, സോഷ്യൽ മീഡിയ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു റൈറ്റ് കൂടി എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെ? ഓരോ ആൾക്കാരുടെയും സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെ വിളിക്കുന്നവരാണെന്ത്? റൈറ്റ് ടു പ്രൈവസി. എന്തുകൊണ്ടാണ് പബ്ലിക് പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ നേരെ ക്യാമറ ചൂണ്ടല്ലേ എടുത്ത ഒരാൾ പൊക്കുന്നുവെങ്കിൽ നോ എന്ന് നിങ്ങൾക്ക് പറയാൻ അവകാശമുള്ളത്? ഇതാണ് കാരണം. എന്താ? എന്റെ ഇഷ്ടമില്ലാതെ എന്റെ ഫോട്ടോ പുറത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നോ, അത് തന്നെയാണ് അല്ലെ കാര്യം. കണ്ണൂർ സിറ്റിയിൽ നടത്തിയ ഈ പരിപാടിയിൽ സെക്രട്ടറി ഫൈസൽ മാക്കൂലത്ത് സ്വാഗതവും ടി ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു.